ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കാര്യമായ മാറ്റങ്ങൾ നടത്തും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായ അഴിച്ചുപണികൾ നടത്തും എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. പ്രധാനമായും അഭിക് ചാറ്റർജിയാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ചില താരങ്ങളുമായി ക്ലബ്ബ് പ്രീ കോൺട്രാക്റ്റിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഇവിടെ ഒരു തടസ്സം കാത്തു നിൽക്കുന്നുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള അഷ് അലി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ് ടേബിൾ സ്റ്റാറ്റസ് യഥാർത്ഥത്തിൽ ക്ലബിന് വലിയ രൂപത്തിൽ തിരിച്ചടിയാകുന്നുണ്ട്. അതായത് ട്രാൻസ്ഫർ മാർക്കറ്റിലെ പല താരങ്ങളെയും കൊണ്ടുവരുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു മിഡ് ടേബിൾ സ്റ്റാറ്റസ് ആണ് എന്നാണ് അഷ് അലി പറഞ്ഞു വെക്കുന്നത്. അതായത് പല സുപ്രധാന താരങ്ങൾക്കും അഥവാ സൂപ്പർ താരങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ താല്പര്യമില്ല, മടിയാണ്. അതിന്റെ കാരണം ക്ലബ്ബ് കിരീടങ്ങൾക്ക് വേണ്ടി കോമ്പറ്റ് ചെയ്യുന്ന ഒരു ടീം അല്ല എന്നുള്ളതാണ്. മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ആവറേജ് ടീമാണ്, കിരീടങ്ങൾക്ക് വേണ്ടി കോമ്പറ്റ് ചെയ്യുന്നില്ല, ഒരു ശരാശരി ടീം ആയിക്കൊണ്ട് മാത്രം തുടരുകയാണ്. അത് പല താരങ്ങൾക്കും മടി ഉണ്ടാക്കുന്ന കാര്യമാണ്. ക്ലബിലേക്ക് വരാൻ അവരെ മടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് തടസ്സമായി നിലകൊള്ളുന്നത് ഈ ഒരു മിഡ് ടേബിൾ സ്റ്റാറ്റസ് ആണ് എന്നാണ് ഇപ്പോൾ അഷ് അലി പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ഉത്തരവാദികൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച ടീം ഉണ്ടായിരുന്നു, പക്ഷെ അവരെ എല്ലാം വിറ്റു തുലച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ശരാശരി ടീമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ വെല്ലുവിളികളെയെല്ലാം മറികടന്നുകൊണ്ട് മികച്ച താരങ്ങളെ എത്തിച്ച് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് ടീമാക്കി മാറ്റലാണ് ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയുടെ മുന്നിലുള്ള വെല്ലുവിളി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.